ശംസുൽ ഉലമയുടെ വഫാത്ത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ്. കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നു. പള്ളിയിൽ നിന്ന് സുബ്ഹി ബാങ്ക് വിളിക്കുന്നതിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു. ഓരോ വാക്കുകൾക്കും ജവാബ് പറയുന്നു. അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ വിളിച്ചു പറയുമ്പോ അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ജവാബായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടുകൂടെ തസ്ബീഹ് മാല കയ്യിൽ നിന്ന് താഴെ വീഴുന്നു, വഫാത്താവുകയും ചെയ്യുന്നു. എന്തൊരു സുന്ദരമായ മരണം! ലോകത്താർക്കെങ്കിലും ഇത്രയും ആളുകൾ ഇങ്ങനെ മനുഷ്യന്മാരെ മുമ്പിൽ പറയാൻ പറ്റിയ രൂപത്തിൽ മരിച്ചതുണ്ടോ? സമസ്തക്കല്ലാതെ വേറെ ആർക്കും ഇങ്ങനെ ആൾക്കാരുടെ മരണം എണ്ണി പറയാൻ പ്രയാസാണ്. ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ശൈഖുന കോയക്കുട്ടി ഉസ്താദ്, അള്ളാഹു അവരുടെ ദർജ ഉയർത്തട്ടെ, ജീവിതകാലം മുഴുവനും ചാപ്പനങ്ങാടി വാപ്പോലൊരു ദിക്റ് ഹൽക്ക പ്രചരിപ്പിക്കാൻ വേണ്ടി നടന്നു. എല്ലാ സ്ഥലത്തും ചാപ്പനങ്ങാടി വാപ്പോലൊരു ദിക്റ് ഹൽക്ക സ്ഥാപിച്ചു. അതിന്റെ വാർഷികത്തിന് പോയി, ദ്വാരക്കാൻ പോയി, അങ്ങനെ നടന്നു. വഫാത്തിന്റെ സമയത്ത് മക്കളെയും പേരക്കുട്ടികളെയും വിളിച്ചു. ചാപ്പനങ്ങാടി വാപ്പോലൊരു ദിക്റാണ് നടത്തി. എല്ലാരും കൂടി ചെല്ലൂടിയായിരുന്നു. ഉസ്താദ് ഇങ്ങനെ കടന്നു, ബാക്കിയുള്ളവരിരുന്നു. എല്ലാരും ചൊല്ലി. ദിക്റാണ് കഴിഞ്ഞിട്ട് ദ്വാരക്കാൻ വേണ്ടി യാസീൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഉറക്ക കലിമ ചൊല്ലി ഉസ്താദ് യാത്ര പിരിഞ്ഞു പോയി. തിരൂർക്കാട് മുഹമ്മദ് വലിയര്, ആലിക്കുട്ടി ഉസ്താദിന്റെ അനിയൻ. തിരൂർക്കാട് മുഹമ്മദ് വലിയര് ബിസിനസ്സുകാരനാണ്. മുഹമ്മദ് ഹാജി എന്നാണ് പറയാറുള്ളത്. ഫൈലിയാണ്, മൂല്യരാണ്. പക്ഷെ ആൾക്കാർ പറയാം മുഹമ്മദ് ഹാജി എന്നാണ്. ഞങ്ങളൊക്കെ ഭാഗത്ത് മുഹമ്മദ് ഹാജി എന്ന് അറിയപ്പെടുക. എന്താ? പള്ളിയിൽ ജോലി ചെയ്യണതിനേക്കാൾ കൂടുതൽ ബിസിനസ്സാണ്. കുന്നത്ത് എക്സ്പോർട്ടേഴ്സ് എന്ന് പറയുന്ന കമ്പനി ഉണ്ട് അദ്ദേഹത്തിന്. 100 ടെക്സ്റ്റൈൽസ് KS എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസിന്റെ ശൃംഖലയുണ്ട് അദ്ദേഹത്തിന്. വഫാത്താകുന്നതിന് മുമ്പ് പള്ളിക്കത്തെ മുക്രി ഉംറക്ക് പോയി. പള്ളിക്കത്തെ മുഅദ്ദിൻ, പള്ളിക്ക് ബാങ്ക് കൊടുക്കുന്ന ആള് ഉംറക്ക് പോയി. ഞാൻ ബാങ്ക് കൊടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ പള്ളിയിൽ മുഅദ്ദിൻ ലീവ് എടുത്തിട്ട് പള്ളിയിൽ ബാങ്ക് കൊടുത്തോണ്ടിരിക്കുന്നു. ഏതായാലും പള്ളി തന്നെയല്ല കുറച്ച് ദിവസം, എന്നാ ഒരു ഹത്തും തീർക്കാന്ന് തീരുമാനിച്ചു. അതും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിലാണ് വഫാത്തായി പോയി. ബിസിനസ്സുകാരൻ എന്തുകൊണ്ട് ഈ അവസരം ഉണ്ടായി? സമസ്തക്ക് ഖിദ്മത്ത് എടുത്തോണ്ട്, വേറൊന്നും കൊണ്ടല്ല.